എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘർഷത്തിന് തുടക്കം? അങ്ങേ മർദ്ദിക്കാനിടയായ ഒരു എങ്ങനെയാണ് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്? ഞാനും മറ്റേ സുഹൃത്ത് ഡി സി സെക്രട്ടറി കല്ലൂർ ബാബുവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഡി സി പ്രസിഡന്റ് കയറിയായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞങ്ങളായിട്ട് വർത്തമാനം പറഞ്ഞു. ഡി സി പ്രസിഡന്റ് മോളിൽ പോയി. അത് കഴിഞ്ഞ് കുറെ ആളുകൾ പോകുന്നുണ്ട്. അതിപ്പോഴത്തെ ഒരു 10-20 ആളായപ്പോൾ ഇവർ വന്നു. ഈ ഡി സി സി പ്രസിഡന്റ് വരുമ്പോൾ അങ്ങ് താഴെയാണോ ഉണ്ടായിരുന്നത്? അങ്ങോട്ട് സംസാരിച്ചിട്ടാണോ കയറിപ്പോയത്? ഒരു കുഴപ്പമില്ല. എന്താ പറഞ്ഞത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. ഇവൻ്റെ മെക്കെട്ട് ആദ്യം കയറി. നിങ്ങൾ ഡി സി പ്രസിഡന്റ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അപ്പം നീ ഉണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് പിന്നെ എന്നെ പിടിച്ച് തള്ളി 10-20 ആള് ഇങ്ങനെ ഇല്ല ജോസുള്ളൂരാണോ മർദ്ദിച്ചത്? ജോസുള്ളൂരിൻ്റെ കൂടെയുള്ള ആളുകൾ 10-20 ആളുകൾ. അല്ലല്ല, ജോസുള്ളൂർ വിളിച്ചു വരുത്തിയതാ. അല്ലല്ല, പുറത്തുനിന്ന് അവരൊക്കെ ഇപ്പം മുകളിലുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ മർദ്ദിക്കാനായി ഒരു സംഘത്തെ ജോസ് വള്ളൂർ, ഡി സി സി പ്രസിഡന്റായ ജോസ് വള്ളൂർ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. ജോസ് വള്ളൂർ വിളിച്ച് വരുത്തിയ ആളുകൾ ഇപ്പോൾ ഡി സി സി ഓഫീസിൻ്റെ മുകളിലത്തെ നിലയിലുണ്ട് എന്നും സജീവൻ കുരീശ്വർ പറയുന്നു. അദ്ദേഹം മർദ്ദനമേറ്റ അവശനായ അവസ്ഥയിലാണ്. താഴെ നിൽക്കുകയായിരുന്നു ജോസ് വള്ളൂർ. വരുന്ന സമയത്ത് ഒരു അരമണിക്കൂറോളം മുമ്പാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. ജോസ് വള്ളൂർ, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഇവിടേക്ക് വന്ന് കയറുകയും താഴെ നിന്ന് തന്നോട് സംസാരിച്ചിട്ട് പോയി. അതിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് കല്ലൂർ ബാബു അദ്ദേഹത്തോട് തട്ടിക്കയറുകയും ചെയ്തു. ഇതിനിടയിൽ സംസാരിച്ചു വന്നതിനിടയിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും സംസാരം തുടരുന്നതിനിടയിൽ സജീവൻ കുരീശ്വരയുടെ കഴുത്തിന് പിടിച്ചു തള്ളി എന്ന് പറയുന്നു. അതാണ് സംഭവത്തിന് തുടക്കം. ഇതിന് പിന്നാലെ ജോസ് വള്ളൂർ ഏതാനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ സംഘം ചേർന്ന് 10-20ഓളം ആളുകൾ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നാണ് സജീവൻ കുരീശ്വർ പറയുന്നത്. ഈ ഇദ്ദേഹം വിളിച്ചു വരുത്തിയെന്ന് പറയുന്ന ആളുകൾ, സജീവനെ മർദ്ദിച്ചതായി പറയുന്ന വ്യക്തികൾ ഡി സി സി ഓഫീസിൻ്റെ മുകളിലത്തെ നിലയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് സജീവൻ പറയുന്നത്. എന്തായാലും ഇതിനൊരു തീരുമാനമാകണം എന്ന രീതിയിൽ തൻ്റെ പ്രയാസങ്ങൾ തന്നെ മർദ്ദിച്ചതിന് നടപടി ഉണ്ടാകണം. ഡി സി സി ഓഫീസിൻ്റെ താഴത്തെ നിലയിൽ ഓഫീസിന് മുന്നിൽ തന്നെ തുടരുകയാണ്.